നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിഷ്ണുവിനേക്കാൾ കേമനായ ഒരാളെ കൊണ്ട് സുസ്മിതയെ വിവാഹം കഴിപ്പിക്കണം എന്നായിരുന്നു നിങ്ങൾ കരുതിയത്. എന്നാൽ വിവാഹം കഴിപ്പിച്ചത് സ്വന്തം വീട്ടിലെ ഡ്രൈവറെ കൊണ്ട്. മിടുക്കനെന്ന് പറഞ്ഞ സാമ്പത്തിക നിലവാരം മാത്രമല്ല, വിദ്യാഭ്യാസം, സ്വഭാവം, സംസ്കാരം, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ സൽസ്വഭാവിയും സൽഗുണസമ്പന്നനുമായുള്ള പ്രതീക്ഷ വെക്കാവുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു രോഹിത്. തീർച്ചയായിട്ടും അതെ. യു മേ നോട്ട് ഡിസപ്പോയിന്റ് മീ ലോട്ട്. അല്ല, മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ രോഹിത് സുസ്മിത വിവാഹത്തിന് പിന്നിൽ? അവര് തമ്മിൽ സ്നേഹത്തിലായിരുന്നെന്നാ ഞാൻ ധരിച്ചത്. ധരിച്ചു എന്ന് പറഞ്ഞ ശരിക്കും അല്ലായിരുന്നു എന്നാണോ അർത്ഥം? വിവാഹത്തോടടുത്തപ്പോഴാ അക്കാര്യത്തിൽ എനിക്കൊരു സംശയം തോന്നിയത്. ആ വിവാഹം ഇഷ്ടമില്ലാത്തതുപോലെ ചില പെരുമാറ്റങ്ങൾ സുസ്മിതയുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്നിട്ടും ആ വിവാഹം നടന്നു. അതെ. വിവാഹത്തിന് ശേഷം എങ്ങനെയായിരുന്നു ഈ സുസ്മിതയുടെ പെരുമാറ്റം? ഭർത്തൃമാതാവ് വീട്ടിലെ ചുറ്റുപാടുകളൊക്കെ ഇഷ്ടപ്പെട്ടോ സുസ്മിതയ്ക്ക്? തീരെ ഇഷ്ടമായിരുന്നില്ല. പിന്നീട് എങ്ങനെയാണ് ആ ബന്ധം മുന്നോട്ടേക്ക് പോയത്? പല കാരണങ്ങൾ പറഞ്ഞ് മിക്കപ്പോഴും സുസ്മിത എന്റെ വീട്ടിൽ തന്നെയായിരുന്നു. രോഹിത്തിനെ പറ്റി മിക്കവാറും അവള് പരാതി പറയാറുമുണ്ട്. ആ പരാതികൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളാണ് അല്പം മുമ്പ് രോഹിത് സൽസ്വഭാവിയും സൽഗുണ സമ്പന്നനുമാണെന്ന് പറഞ്ഞത്. അതുപോലൊരു വിവാഹബന്ധത്തിൽ ഒത്തുപോകാനാവില്ലെന്ന് വന്നാൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് സുസ്മിതയായിരിക്കില്ലേ? ആയിരിക്കാം. മിലോഡ്, നോട്ട് ദിസ് പോയിന്റ്. ഇതിനിടയിലാണ് അവരുടെ പഞ്ചകൈലാസ യാത്ര, അല്ലേ? അതെ. അവർക്കിടയിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ഞുരുകട്ടെ എന്ന് ഞാനും കരുതി. മിലോഡ്, this case is crystal clear. കൂടുതൽ വാദങ്ങളുടെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കുഞ്ഞുനാൾ മുതൽ ഒരു പുരുഷനെ മാത്രം മനസ്സിൽ സൂക്ഷിച്ച് വളർന്നു വന്നൊരു പെൺകുട്ടി. അവളുടെ മനസ്സിൽ അന്നും ഇന്നും എന്നും അയാൾ മാത്രമേ ഉള്ളൂ. രോഹിത്തിനോടുള്ള പ്രേമം അവളെ സംബന്ധിച്ച് വെറും ഒരു ടൈം പാസ് മാത്രമായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.